அஜோல அழகா இருக்கா இல்லையா பாக்குறேன் நான் கேமரால. என் செல்ல பிள்ளை അജല അജലക്ക് ഇപ്പൊ ക്രിസ്മസ്ക്ക് ഡ്രസ് എടുക്കാൻ പോവാണ്. അജലക്ക് സൂഡിയോ പോയി എടുക്കണമെന്ന് അവള് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങള് സൂഡിയോ പോവാണ്. എനിക്ക് വയ്യ. ശരി, ഇനി ഇവിടെ എത്ര നേരം? അയ്യോ വീഡിയോ വന്നോട്ടെ. അപ്പൊ എന്താ ഞങ്ങള് ഒരു വീഡിയോ എടുത്തിണ്ടായില്ലേ, ടീ കുടിച്ചത് ഒരു അങ്കിളുടെ കട. അങ്കിളല്ല, അങ്കിൾ തന്നെ. ആ അങ്കിളുടെ കടയില് ആ കട എത്തിന്ന് പറയണ. അതിന്റെ അടുത്താണ് സ്റ്റുഡിയോ കേട്ടോ, ഞങ്ങളുടെ സ്റ്റുഡിയോ. അപ്പം സ്റ്റുഡിയോ. അപ്പൊ അജോലയ്ക്ക് ഡ്രസ് എടുക്കാൻ പോണേ. അപ്പം അജോലിക്കും ക്രിസ്മസിന്, ന്യൂ ഇയറിന്, പൊങ്കലിന്, ബർത്ത്ഡേക്ക് എല്ലാം ഞങ്ങൾ ഇവിടെ നിന്നാണ് എടുക്കാം. അജോല നീ തന്നെ നടന്ന് മേലേറി പുറത്തെടുപ്പ വയ്യ. അജോല അപ്സെറ്റ്, യു ആർ അപ്സെറ്റ്. தூக்கம் வருதுன்னு அப்செட். இப்போ ட்ரெஸ் எடுக்க முடியாது. அப்போ வீட்டுக்கு போகலாமாப்பா? അയ്യോ അജോല ഫേസ് എന്തൊരു വലിയ ഫേസ്. ദൈവമേ ഇതെന്താ? ആ ശരി പറയാം അജോല. അപ്പം ഇനി അജോല നീ എടുക്കില്ല, ഞാൻ എടുക്കണം ഫുള്ളായിട്ട്. ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങണം ഇപ്പോൾ. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങും, ഞാൻ ഡ്രസ്സ് എടുക്കട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് പപ്പ വരും. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അജോലയ്ക്ക് ഉറക്കം വരണ്ടേ. അത് കാരണം അവൾക്ക് വീഡിയോ എടുക്കണം, അവൾക്ക് മൂടില്ലാന്ന്. അപ്പൊ ഇനിയിപ്പോ ഡ്രസ്സ് വാങ്ങിക്കാൻ അവൾക്ക് മൂടില്ലെങ്കിൽ അതിന് പകരം ഞാൻ എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കാന്ന് പറയണേ. അവളിവിടെ കിടന്ന് ഉറങ്ങിയോട്ടെ, ഒരു സ്ഥലം കൊടുത്ത് ഞാൻ നിലത്ത് കിടന്ന് ഉറങ്ങിക്കോളാം, ഞാൻ ഡ്രസ്സ് എടുത്തോളാം. ഇതാണ് എടുക്കണോ കാല്? ഇതെനിക്ക് അജോലയാണ് കേട്ടോ പറഞ്ഞത്. കാലെങ്ങനെ എടുക്കണത്? തപ്പ എടുക്കണ ഞാന് എന്നാ ഇതെന്ത് കയറിയ അവസാനം അജല പറയാ അജലക്കൊന്നും ഇഷ്ടമായില്ല. അപ്പൊ എന്താ ചെയ്യാ? ഒന്നും കൊള്ളില്ല. പപ്പ അങ്ങോട്ട് പോയില്ല. പപ്പ അങ്ങോട്ട് പോയി നാലഞ്ചിട്ട് പോയിസിനെ എടുത്തത് കുർത്തീസിന്റെ ഇരിക്കുന്നു. ഇതേ ഇരിക്കുന്നു. ആ എന്തെങ്കിലുമൊക്കെ പറക്കിയെടുക്കാം. അതെ ഇതെല്ലാം നോട്ട് പണക്കൂടാது. റിജക്റ്റഡ്. ഇത് നന്നായിട്ടുണ്ട് അജോല. നമുക്ക് ഇതെങ്ങനെയുണ്ടെന്ന് പറയും. തുണിയെ വേണ്ടവാ? അപ്പൊ നീ എന്തൊരു സ്റ്റുഡിയോ പിന്നെ എന്തൊരു കുന്നതാണ് സ്റ്റുഡിയോയില്? ഇങ്ങനെ വാ, ഇവിടെ വാ, ഇവിടെ നോക്ക് വാ. ഇതിനൊക്കെ എന്താ കുഴപ്പമൊന്നും നമുക്ക് ഇത് കൊള്ളത്തില്ലേ? ശരി, ഇത് നല്ല ഭംഗിയുണ്ട്. നോക്ക്, ഇത് നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ടാ? ഇത് ഇതിനെടുക്കാം. സ്കൂളിൽ എടുത്തിട്ട് വിട്ട് പോകാൻ പറയല്ലോ ഫസ്റ്റ് ഡേ. പൊങ്കൽ കഴിഞ്ഞിട്ട് സ്കൂളിൽ എടുത്തിട്ട് വരാൻ പറയും. അജോല ഇതൊന്നും ഇഷ്ടമായില്ലേ നിനക്ക്? ഇത് നോക്ക്, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. നോക്ക്, എടുത്തോട്ടെ. നെക്ക് ഇതായിരിക്കും. ഇത് ഇതമാതിരി ഇതെവിടെ കുറേ ഉണ്ട് നമുക്ക്. പക്ഷേ സാൻഡൽസ് നോക്കി. ഇപ്പം എന്താ ചെയ്യാപ്പോ? ஓ கிறிஸ்மஸ்னால தான் நினைக்கிறேன் இந்த மாதிரி ஒயிட் கலர்ல இந்த மாதிரிலாம். இது നോക്കി നല്ല ഭംഗിയുണ്ട് വെച്ചാലോ. പക്ഷെ നെക്ക് പ്രശ്നമാണ്. നോട്ടെ
இப்போ எங்கே போகிறது இப்போ பிடிக்கலண்ணா இது வா அச்சோலா எവിടെ வா இது டோக்கு இல்லை இது கொஞ்சம் இதாக இருக்குது போட்டு போய் வரணும் மட்டும் போய் வரணும் டோக்கு ആ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിൽ എവിടെ നോക്കുന്നത് ഇത് നോക്കുവാ ആ എടുത്തോ എന്നെ സൈസ് പറയും സൈസ് നോക്കിയിട്ട് എടുക്ക് മീഡിയം മുന്നാടി 10 ഇപ്പോൾ 10 കിട്ടോ കിട്ടോ ഇതിലൊരെണ്ണം ലാർജ് ഉണ്ട് അതിലേതാ വേണ്ടത് I don't know. What? Yeah. No. What? What? No. Wait. അത് വേറെ ഇത് വേറെ This? എല്ലാം തരത്തനെയാ Yeah. No. I don't know. Where is this guy? This guy. ഇത് നന്നായിട്ടുണ്ട് Where is this guy? I want. Where is this guy? ഇത് എവിടെ എവിടെ This guy is very scary. I don't like this guy. ഞാൻ എന്തിനാ ഇത് ഓൺ ചെയ്ത് വെച്ചാണ് വെറുതെ അപ്പം ഞങ്ങൾ സ്റ്റുഡിയോ ചെന്നപ്പം എന്താ പറയുക ഒരു ക്രിസ്മസിൻ്റെ ഫീലോ ക്രിസ്മസിന് ഡ്രസ്സ് എടുക്കാൻ വന്നൊരു ഫീലോ ഒന്നും ഉണ്ടായില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാം ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ പഴയ സ്റ്റോക്ക് മാറി എന്തൊക്കെയോ ഒരു അപാകതയാണ് ഫീൽ ചെയ്തത് അപ്പോൾ ശരി എന്തായാലും പിന്നെ എന്താണെന്ന് വെച്ചാൽ അജോല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അജോറിയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് മുകളിൽ പോയി അജോറിക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫോൺ ചെയ്ത് വെച്ചപ്പോൾ പറഞ്ഞു അവന് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്താ ചെയ്യുക പിന്നെ ആ സമയത്ത് ഇവിടെ താഴത്ത് ഞങ്ങൾ എന്തോ ചെയ്യും അപ്പോൾ ശരി അജോരോട് പറഞ്ഞു എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ എന്തെങ്കിലുമൊക്കെ പെറുക്കിയെടുക്കുമെന്ന് പറഞ്ഞു അല്ല നോക്ക് മാക്സിമം നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് 2-3 എടുത്തിട്ട് പോയിട്ട് ട്രയൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ പോയപ്പോൾ മൊബൈലും കൊണ്ടുപോയി ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മൊബൈലും കൊണ്ടുപോയി അപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ബോറടി ആയിരുന്നു വേറെ കാര്യം അങ്ങനെ അജോരി ഒരു 2 ജോഡി എടുത്തു അങ്ങനെ അവൻ വന്നു പിന്നെ അജോല ഒരേ ഒരു പീസ് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ അങ്ങനെ ക്രിസ്മസിന് മാത്രം ഒരേ ഒരു പീസ് പിന്നെ ന്യൂ ഇയറിന് പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു இதெல்லாம் போயிட்டா அதுக்குள்ளே வந்துட்டியா ஹேர் பேண்ட் வாங்கி கொடுக்கலாம் പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഇവിടെ ഡിഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ പോയി അത് ആക്സസറീസും അങ്ങനെയൊക്കെയുള്ള ഷോപ്പാണ് അപ്പം എന്താ പറയുക ബാഗും അങ്ങനെ പല ഐറ്റംസും പിന്നെന്താ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എന്തൊക്കെ ഐറ്റംസ് അതിലുള്ളതെന്ന് ഞാൻ മാക്സിമം എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ജോലിക്ക് ക്രിസ്മസ് അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ടിന് കുട്ടിക്ക് അത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ ചെന്നപ്പോൾ എന്തുണ്ടായി അവൾക്ക് അവിടെ ചെന്നപ്പോൾ എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്താ പറയുക അല്ലെങ്കിൽ അത് അവൾക്കൊരു മൂഡില്ലെങ്കിൽ അങ്ങനെയാണ് എന്താ പറയുക ഒന്നും താല്പര്യം തോന്നില്ല ഒന്നും ഇഷ്ടം തോന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പം അവിടെ ചെന്നപ്പോൾ പിന്നെ ഇത് കുറേ കാണുമെങ്കിൽ അതിൽ എന്തെടുക്കും എന്നുള്ളൊരു സംശയം ഒരു ഡൗട്ട് വരും അപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ഭയങ്കര ഇതായിരുന്നു പെട്ടെന്ന് പോകണം അതെങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുക ഇത്രയും എന്താ പറയുക കമ്മലും മാലയും വളയും ഇത്രയും ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് എങ്ങനെ പോകാൻ പറ്റും അപ്പം എനിക്ക് മാക്സിമം എനിക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ കാണുമ്പോൾ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതായത് എനിക്ക് എന്താ പറയുക കാണാനാണ് കൂടുതൽ ഇഷ്ടം അത് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും അല്ല വാങ്ങിക്കുന്നതിനേക്കാളും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് അത് കാരണം ഞാൻ നല്ലോണം നല്ല ആസ്വദിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ലാസ്റ്റ് എടുത്തു കേട്ടോ അവൾ അത് കുറേ നേരമായി കുറേ സമയം അങ്ങനെ അത്ര പക്ഷേ സ്റ്റുഡിയോയിലാണ് കേട്ടോ കുറേ സമയമായത് അത് ഒരു എന്താ പറയുക അതും എന്താണെന്ന് വെച്ചാൽ ഞാനും അജോലി മാത്രമായി താഴെ
എൻ്റെ ഹസ്ബൻഡ് അജോറി മുകളിൽ പോയി. അപ്പം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ ഈ ഡ്രസ്സ് എടുക്കുന്നവർക്ക് അത് ട്രയൽ ചെയ്യുന്നവർക്ക് അവിടെ പെട്ടെന്ന് സമയം പോകും. എനിക്ക് ഡ്രസ്സ് എടുക്കാനൊന്നുമില്ല, ഞാൻ അവിടെ വെറുതെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ പിന്നെ കാണാൻ മാത്രവും ഇല്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും എടുക്കുക എന്നുണ്ടെങ്കിൽ ഞാനത് എന്താ വേണ്ടത് നോക്കുക, അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് സമയം പോകുമല്ലോ. ഇതിപ്പോൾ എനിക്കൊന്നും നോക്കാനും ഇല്ല, പിന്നെ അവിടെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഈ ഷോപ്പിലൊക്കെ ആണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക, നല്ലതായിട്ട് എന്താ പറയുക, കാണാനൊക്കെ നല്ല ഭംഗിയാണല്ലോ. അപ്പം നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ സ്റ്റുഡിയോയിലെന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കാനൊന്നുമില്ല. പിന്നെ എന്താ പറയുക, പിന്നെ ഇവള് ട്രയൽ ചെയ്യുമ്പോൾ അപ്പം ഞാൻ ഭയങ്കര പോരടിയായിരുന്നു. പിന്നെ എത്ര നേരം ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുക. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, വെറുതെയൊക്കെ കുറേ നോക്കിക്കൊണ്ട് നടന്നു. പക്ഷെ നടന്ന് പിന്നെ എന്താ പറയുക, എനിക്ക് കാലുവേനൊക്കെ ആയി. പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണമായിരുന്നു. എന്താ പറയുക, നമ്മൾ വെറുതെ നിന്നിട്ട് വെറുതെ നടന്നിട്ടും ക്ഷീണം വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ എന്താ പറയുക, ഈ കമ്മലുകളും എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. ഈ സ്റ്റോണുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഗോൾഡ് ആയാലും ഇങ്ങനത്തെ ആയാലും എനിക്ക് സ്റ്റോണിനോട് ഭയങ്കര ഒരു താല്പര്യമാണ്. അത് എനിക്കത് വാങ്ങിക്കണ്ട. പക്ഷേ എന്താ വെച്ചാൽ ഞാനിതൊന്നും ഇടില്ല. ആദ്യം ചെറുപ്പത്തിൽ അങ്ങനെ സ്കൂളിലിപ്പോൾ അങ്ങനെയൊക്കെ അധികം ഉപയോഗമില്ല എനിക്കിതിനോട് സത്യം പറയുകയാണെങ്കിൽ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, എന്താ പറയുക, ഭയങ്കര ഒരു ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പം അങ്ങനെ കുറേയൊക്കെ നോക്കി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡെല്ലാം അജോറിയോ അവനോരോന്നൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇത് നോക്കുക വെച്ചാൽ പക്ഷെ അവൾ ജോലിക്ക് ഒന്നും ഇഷ്ടമാവുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന പകലാണ്, അപ്പം രാവിലെയാണ്. അപ്പം ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഇങ്ങനെ ഒരു സമാധാനത്തിലൊരു ഫ്ലോയിൽ എനിക്ക് അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ രാത്രിയൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ഇവർ ഉറങ്ങുകയാണ്, അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇവർ സ്കൂളിൽ പോയി അങ്ങനെയൊക്കെയുള്ള സമയത്താണെങ്കിൽ എനിക്ക് ആ ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കാം. എനിക്ക് എത്ര പെട്ടെന്ന് നിർത്തേണ്ടി വരില്ല. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരെ കാണുമ്പോഴോ അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഞാൻ തന്നെയുള്ളതാണെങ്കിൽ എനിക്ക് എന്താ പറയുക, നന്നായിട്ട് ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെനിക്ക് എന്താ പറയുക, മൈൻഡ് എനിക്കങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ട, ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുക, എനിക്ക് എന്തോരം ഇഷ്ടമായെന്നറിയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിയില്ല. ഇനിയും പോവുകയാണെങ്കിൽ, ഇനിയും ആ ഷോപ്പിലോട്ട് ഇനിയിപ്പോൾ നാളെ പോവുകയാണെങ്കിൽ വീണ്ടും ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിൽ വില അങ്ങനെ എന്താ പറയുക, നമുക്ക് ചെറിയ വിലയുണ്ട്, കൂടുതലുണ്ട്, അങ്ങനെ പല ഇതുണ്ട്. അപ്പം ചെറിയ റേറ്റിനുള്ളത് നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അജോലോട് ഞാൻ പറഞ്ഞു, ആ ഫ്രണ്ടിനല്ല, നിനക്കാണ് എടുത്ത് തരുന്നത്, നിനക്ക് ഗിഫ്റ്റ് തരേണ്ടത്, നീ ഇത് ഇടുമോ എന്ന് പറഞ്ഞപ്പോൾ അവൾ ഇടില്ല എന്ന് അങ്ങനെ പറയുന്നത്. അവൾക്കും വേണ്ട. അല്ലെങ്കിൽ ഫസ്റ്റ് കുറച്ച് നാൾ മുമ്പൊക്കെ, ഒരു വർഷം 2 വർഷം മുമ്പൊക്കെ അവൾക്ക് ഇതിനോട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് വേണം, എനിക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കുകയും, എനിക്ക് മാല വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എന്താ പറയുക, നമ്മൾ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞാൽ ഇടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക. അതേമാതിരി ഡ്രസ്സായാലും അവൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഒക്കെ എന്താ പറയുക, അപ്പം ഞാൻ പറയും ഡ്രസ്സൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ പറയും അത് വേണ്ട ചൊല്ലോ എന്നിട്ട് ഞാൻ ഒക്കെ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ അവളാണൊക്കെ റിജക്റ്റ് ചെയ്യുന്നത്, ഇത് ഞാൻ ഇടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിജക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ അവളാണ്. അതേമാതിരി ഈ സാധനങ്ങൾ, മാലയും കമ്മലൊക്കെ എന്താ പറയുക, ഫസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞതേ. അവൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അത്ര താല്പര്യമില്ല. എന്ത് വാങ്ങിച്ചു കൊടുക്കൽ വേണ്ടെന്ന് പറയുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും നമ്മൾ? ഞാൻ പറഞ്ഞു ക്രിസ്മസിന് ഇതിട്, ഞാൻ വാങ്ങിച്ചു തരുന്നതാണ്, ഞാനാണ് ഗിഫ്റ്റ് ചെയ്യണത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇടില്ല. എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അതേമാതിരി എൻ്റെ ഹസ്ബൻഡും ഭയങ്കര ഇതായിരുന്നു, ഇവളൊന്നും വേണ്ട, എല്ലാം വേണ്ട എന്ന് പറയുന്നത്. അപ്പം പിന്നെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കടയ്ക്ക് പോകലൊന്നും ഇല്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെയാണ് ഒരു വർഷം ഡ്രസ്സ് എടുക്കാൻ തന്നെ പോയി തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് പോയത്. അതേമാതിരി ഇങ്ങനത്തെ ഷോപ്പിലേക്ക് പോകുന്നതൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ പോക്കൊന്നുമില്ലല്ലോ. അപ്പം അവിടെ ചെന്നിട്ട് ഇതെടുക്കുന്നു, അതായത് നമ്മളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്കും ഇഷ്ടാവുന്നില്ല. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും ശരിയൊന്നും. പക്ഷേ എന്താ പറയുക, ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, എനിക്കറിയില്ല. എന്നെമാതിരി എത്ര പേരുണ്ടെന്ന് അറിയില്ല കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ. ഈ കണ്ടാസ്വദിക്കുന്ന ആൾക്കാരെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ പക്ഷേ എനിക്ക് വാങ്ങിക്കണമെന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുമോ, എനിക്കത് വാങ്ങിച്ചിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്കത്ര ഇഷ്ടം തോന്നില്ല. എനിക്കത് കാണാനാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നെ അജോറിയും അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പെട്ടെന്ന് സമയം പോകും, നമുക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ വേറൊരാളുടെ കൂടെ നടന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് സമയം പോവില്ല, നമുക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. എന്താ ചെയ്യുക പിന്നെ. പക്ഷേ സ്റ്റുഡിയോയിലുള്ള അത്ര ബോറടിയൊന്നും ഇവിടെ ഉണ്ടായില്ല. എന്നുവെച്ചാൽ ഇവിടെ കാണാൻ നല്ല രസമായിരുന്നു അതുകൊണ്ട്. പിന്നെ
പിന്നെ ഞാനൊരു കാര്യം പറയാം, എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്കൂൾ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടുണ്ടായില്ലേ. അപ്പോൾ അതിലെന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ അത് വെർട്ടിക്കലായിട്ടാണ് എടുത്തതേ. അപ്പം ശരി, ഒരു വീഡിയോ വെർട്ടിക്കലായിട്ട് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ശരിക്കും വെർട്ടിക്കലായിട്ട് എടുത്തത്. ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ ചില യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ചിലതൊക്കെ വെർട്ടിക്കലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. പക്ഷേ അതിന് നോക്കിയപ്പോൾ അതിനെ തംബ്നെയിൽ സെറ്റ് ചെയ്തപ്പം ഞാൻ ഹൊറിസോണ്ടലായിട്ട് സാധാരണ നമ്മൾ തംബ്നെയിൽ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയത്. ആ തംബ്നെയിൽ ഞാൻ ഇതിന് അപ്ലോഡ് ചെയ്തപ്പം ഇതിൽ അപ്ലോഡ് ആവുന്നുണ്ട്, ഇതിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ. അതിനുശേഷം ഞാനതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഇതാക്കുമ്പോൾ അപ്പോഴും ആ തംബ്നെയിൽ വരുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ അജോലർ ഐഡിയിൽ പോയിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോൾ അതിൽ വേറെന്തോന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേസ് അങ്ങനെ കാണിക്കുന്നത്. അതായത് ഈ വീഡിയോ എന്നുള്ള ഒരു ഫോട്ടോ അതിൽ കാണിക്കുന്നത്, അല്ലാതെ ഞാൻ സെറ്റ് ചെയ്ത തംബ്നെയിലല്ല ഇത് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വീണ്ടും അത് തംബ്നെയിൽ യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് വീണ്ടും തംബ്നെയിൽ വീണ്ടും അത് ഞാനിത് ചെയ്തു, ചേഞ്ച് ചെയ്തു. എൻ്റെ എന്താ പറയുക, ഈ വീഡിയോ അവർ തന്നെ ഓപ്ഷൻ തരുമല്ലോ 2-3 ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ, ആ വീഡിയോ എന്നുള്ള ഫോട്ടോസ് അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നോക്കിയപ്പം അതങ്ങനെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡോട് ബൈക്കിലിരുന്ന് പോകുന്ന മാതിരി ഒരു തംബ്നെയിൽ, അത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അതിൽ അവർ തന്നെ ഓപ്ഷൻ തരുമല്ലോ, അതിലുള്ളതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ടു. അപ്പോൾ പിന്നെ ആ ജ്വല്ലറി ഐഡിയ ചെന്ന് നോക്കിയപ്പം അതങ്ങനെ തന്നെ കിടപ്പുണ്ട്, അതിന് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ സെറ്റ് ചെയ്ത ഈ ഹൊറിസോണ്ടൽ തംബ്നെയിൽ അത് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഒരു കളർഫുള്ളായിട്ടുള്ള തംബ്നെയിലായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കി, വീണ്ടും ഈ ഹൊറിസോണ്ടൽ തംബ്നെയിൽ. അപ്പോൾ അത് വരുന്നില്ല, ഈ പഴയ എൻ്റെ ഒരു ഫേസ് കാണിക്കുന്ന ആ പഴയ തംബ്നെയിൽ മാത്രമേ വരുന്നുള്ളൂ. ആ വീഡിയോ എന്നുള്ള സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഫേസ് കാണിക്കുന്ന ഒരു ആ ഫോട്ടോ ആണ് അതിൽ വരുന്നത് തംബ്നെയിലായിട്ട്, അല്ലാണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത ഈ ഹൊറിസോണ്ടൽ ഇത് വരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെർട്ടിക്കലാണല്ലോ വീഡിയോ, അപ്പോൾ അതിന് ഹൊറിസോണ്ടൽ ഇത് തംബ്നെയിൽ സെറ്റാവില്ല എന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വിശേഷം അതെനിക്കൊരു ഭയങ്കര വിഷമമായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു തംബ്നെയിൽ റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ അത് യൂട്യൂബ് ഇതിന് വിടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പഴയ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ യൂട്യൂബിൽ എന്ന ഓപ്ഷനിൽ, ഞാനും എൻ്റെ ഹസ്ബൻഡ് ബൈക്കിലിരുന്ന് പോകുന്ന മാതിരി ഫോട്ടോ ഓപ്ഷൻ തന്നത്, ആ ഫോട്ടോ തന്നെ ഞാൻ പിന്നെ അത് സേവ് ചെയ്തു. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം അങ്ങനെ വിട്ടു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, അത്രയും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഒരു എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയും ഫോട്ടോ, 2 ഫ്രണ്ട്സിൻ്റെ ഫാമിലി ഫോട്ടോ, പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഞാൻ വെച്ച ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അത് എന്നാണ് പറഞ്ഞത്. അപ്പം അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ബൈക്കിലിരുന്ന് പോകുന്ന ആ ഒരു ഫോട്ടോ അത് സേവ് ചെയ്തു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശേഷം അതൊരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഞാൻ ഈ സമയത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ കമ്മൽ ഇതൊക്കെ നോക്കി എൻ്റെ ദൈവമേ, ഇത് ഞാൻ അജോലയ്ക്ക് നീ ഇടുന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അവൾക്ക് ഗിഫ്റ്റായിട്ട്. പക്ഷേ അവളതും വേണ്ടാന്ന് പറഞ്ഞു, ഇതെടുക്കാൻ പറഞ്ഞു. ഇതെൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നു കേട്ടോ, അതും വേണ്ടാന്ന് പറഞ്ഞു. അവൾക്കും വേണ്ട, അവളുടെ ഫ്രണ്ട്സിന് എന്താ സെലക്ട് ചെയ്യാമെന്നും അവൾക്ക് അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ പഠിപ്പിൻ്റെ ടെൻഷൻ കുറച്ചുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അത് പഠിക്കണമല്ലോ, ഇത് പഠിക്കണമല്ലോ, എക്സാം വരുന്നുണ്ടല്ലോ എന്നുള്ള ആ ടെൻഷൻ ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഇല്ലാതില്ല. പിന്നെ എന്ന് വെച്ചാൽ അന്ന് ഏത് ദിവസമായിരുന്നു എനിക്ക് ഓർമ്മയില്ല, ക്രിസ്മസിന് മുമ്പാണ്. അപ്പോൾ എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണോ അതോ എക്സാം കഴിഞ്ഞോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, ഏത് ദിവസമാണെന്നുള്ളത് മറന്നുപോയി ഞാനെന്നാണ് പറയുന്നത്. ഇപ്പം ഇത് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഒരാഴ്ചയായിട്ടോ, എനിക്ക് സമയം കിട്ടിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. എന്താ പറയുക, ഒരുമാതിരി അതാ ഇപ്പോൾ ക്രിസ്മസിൻ്റെ പള്ളിയിൽ പോക്കും അത് കഴിഞ്ഞിട്ടുള്ള പള്ളിയിൽ പോയിട്ട് വന്നുള്ള ക്ഷീണവും ഒക്കെ കാരണം കൊണ്ട് ഒരുമാതിരി ആയിപ്പോയിന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇത് ക്രിസ്മസിന് മുന്നുള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ക്രിസ്മസ് ഉണ്ട്, ക്രിസ്മസിന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ന്യൂ ഇയറിന് മുമ്പ് പോയി. ന്യൂ ഇയർ ആയിട്ടില്ല അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളിപ്പം പക്ഷേ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ പിന്നാലെ വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ബട്ടർഫ്ലൈയുടെ ഇത് ജോലി എടുത്തുകൊണ്ട് തന്നുകൊണ്ട് കേട്ടോ, ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതൊന്നും മാത്രമല്ല എനിക്കിഷ്ടമായി. പിന്നെ ഇത് മാത്രമേ, ഇതിപ്പം വില കുറവിൻ്റെ, അതായത് ചെറിയ കമ്പനികളാണ് ഇതൊക്കെ. ഇതിലും ഇത് വില കുറവെന്ന് പറയും, ചിലർക്ക് വില കുറവായിരിക്കും, ചിലർക്ക് വില കൂടുതലായിരിക്കും. അപ്പം ഇത് എന്താ പറയുക, ഈ സെക്ഷൻ മാത്രം പക്ഷേ ഇതിലും വലിയ കമ്മലുകളുള്ള സെക്ഷൻ അല്ല, ഒരു ഇതുണ്ടെന്നാണ് പറയണത്. വലിയ ജിമിക്കി കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഇതുണ്ട്. പക്ഷെ അവിടേക്ക്
അങ്ങോട്ടേക്ക് പോയില്ല. അതാണ് ഞാൻ ആ ഭാഗം മാത്രം കാണിച്ചില്ല എന്ന് തോന്നുന്നുണ്ട്, വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇത് ഈ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ഒരു കയ്യിൽ കമ്മൽ നോക്കലും ഒക്കെ കുറച്ച് പാട് പിടിച്ച പരിപാടികളാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ഇതൊക്കെ പുതിയതായിട്ടുള്ള അതാണല്ലോ. ഇപ്പോൾ അജോല എടുക്കുകയാണെങ്കിൽ എനിക്ക് അത്ര പ്രശ്നമില്ല. പക്ഷെ അവളിത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം അവൾക്ക് മൊബൈൽ പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഞാനാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് മൊബൈൽ, അല്ല വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കുറച്ച് പണിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ, ഈ വീഡിയോ എടുക്കുന്നതിലൊക്കെ. പക്ഷേ എനിക്കിതൊക്കെ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ അത് കാരണം ഇത് കുറച്ച് പണിയാണെന്നാണ് പറയുന്നത്. അല്ല, ഒരു കയ്യിൽ രണ്ട് കൈയും നമുക്ക് ഫ്രീ ആവില്ലല്ലോ. ഒരു കൈയെങ്കിലും ഫ്രീ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ രണ്ട് കൈയും ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല, സ്റ്റുഡിയോയിൽ ഇരുന്ന് അവിടെ ഇരിക്കാൻ സ്ഥലമില്ല, ഇരിക്കാനായിട്ട് സ്റ്റൂളോ ചെയറോ ഒന്നുമില്ല. അതാണ് ഒരു പ്രശ്നം. സ്റ്റുഡിയോയിൽ നമ്മൾ നിൽക്കണം, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പം അത് അവിടെ നിന്നുള്ള ക്ഷീണം കൊണ്ടാണ് ഈ കടയ്ക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കാണാൻ ഭംഗിയുള്ള കാരണം കുറച്ച് നടന്ന് വീഡിയോ എടുക്കാം എന്ന് മാത്രം. പിന്നെ ഈ മൊബൈൽ പിടിക്കുന്ന സമയത്ത് എൻ്റെ വിരലിൽ കൂടെ ചിലപ്പോൾ സമയത്ത് കവറാവും. അതായത് ക്യാമറയുടെ മുമ്പിലായിരിക്കും എൻ്റെ വിരൽ വയ്ക്കുക. പക്ഷേ ഞാനത് നോക്കില്ലേ, സ്ക്രീനിൽ അങ്ങനെ നോക്കില്ലേ, വീഡിയോ ഓൺ ചെയ്യും, മൊബൈൽ പിടിക്കും, അത്ര തന്നെ. ഈ വിരൽ കവറാവുന്നുണ്ടോ, ക്യാമറേനെ കവർ ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കില്ല. അതാണ് പറയുന്നത്. கஷ்டமா இருக்கு. நிறைய பார்க்குறோம்ல. അങ്ങനെ പിന്നെ അവൾക്കൊരു മാല എടുത്തായിരുന്നു. പിന്നെ അവളുടെ ഫ്രണ്ടിന് മാലയോ കമ്മലോ പിന്നെ ക്ലിപ്പോ അങ്ങനെ എന്തൊക്കെയോ സെലക്ട് ചെയ്തതെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കില്ലേ, ആ സമയത്ത് ബില്ല് പേ ചെയ്യലും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരുവിധം എന്താ പറയുക, അവൾക്ക് അത് കാണുമ്പോഴേ എന്താ അവൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനായി എന്ന് വേണമെങ്കിൽ പറയാം, എന്താ സെലക്ട് ചെയ്യുക എന്നുള്ളത്. சூப்பராக இருக்கும். இது நல்லா இருக்கு பாரு, இவ்வளோ சூப்பராக இருக்கு பாரு, நல்ல க்ரீன் இது பாரு டக்கு. உனக்கு ஏன் எனக்கு பிடிக்கிறது இல்லை, அதுன்னு பிரச்சனை. ஆ